വിശ്വാസികളെ, പരിശുദ്ധനായ മർക്കോസ് ഏവങ്കലിസ്റ്റ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 44 വരെയുള്ള ഭാഗങ്ങളിൽ 2 പ്രധാന ആത്മീയ സന്ദേശങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഒന്ന്, ക്രിസ്തുവിൻ്റെ ദൈവിക മഹത്വം. 2, ദൈവത്തിന് പ്രിയമുള്ള സമർപ്പണം. ഈ വചനഭാഗങ്ങളിൽ ആദ്യത്തേതിൽ യേശുക്രിസ്തു ദാവീദിൻ്റെ പുത്രൻ എന്ന ആശയത്തെക്കുറിച്ച് ശാസ്ത്രിമാരോട് ചോദിക്കുന്നുണ്ട്. പിന്നീട് അവൻ ശാസ്ത്രിമാരുടെ കപടതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. അവസാനത്തിൽ ഒരു ദരിദ്രയായ വിധവയുടെ ചെറിയ സമർപ്പണത്തെ യേശു തമ്പുരാൻ വലുതായി പ്രഖ്യാപിക്കുന്നു. ഇപ്രകാരം 3 സംഭവങ്ങളിലൂടെ നമുക്ക് ഈ വേദഭാഗത്തെ കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ചിന്ത എന്നുള്ളത്, ക്രിസ്തു ദാവീദിൻ്റെ പുത്രനേക്കാൾ മഹത്വവാൻ. യേശു ചോദിക്കുന്നു, ശാസ്ത്രിമാർ എങ്ങനെ ക്രിസ്തുവിനെ ദാവീദിൻ്റെ പുത്രൻ എന്ന് പറയുന്നു? ദാവീദ് തന്നെയാണ് പരിശുദ്ധാത്മാവിൽ പറഞ്ഞത്, കർത്താവ് എൻ്റെ കർത്താവിനോട് പറഞ്ഞുവെന്ന്. ഇതൊരു ഗൗരവകരമായ ആത്മീയ സത്യമാണ്. ക്രിസ്തു ദാവീദിൻ്റെ വംശത്തിൽ ജനിച്ച മനുഷ്യനാണ്, എന്നാൽ അവൻ അതിലും മഹത്വവാനായ ദൈവപുത്രനാണ്. പൗരസ്ത്യ സഭയുടെ ആത്മീയ പിതാക്കന്മാരിൽ ഒരാളായ സെൻറ്റ് അത്തനേഷ്യസ് ഓഫ് അലക്സാണ്ട്രിയ പറയുന്നുണ്ട്, ക്രിസ്തു മനുഷ്യനായി ജനിച്ചു, എന്നാൽ അവൻ്റെ സ്വഭാവം ദൈവികമാണ്. മനുഷ്യരക്ഷയ്ക്കായി ദൈവം മനുഷ്യനായി തീർന്നു. അതുകൊണ്ട് ക്രിസ്തുവിനെ നാം ഒരു പ്രവാചകനായി മാത്രം കാണരുത്, അവൻ നമ്മുടെ രക്ഷകനും ദൈവപുത്രനുമാണ്. രണ്ടാമത്തെ ചിന്ത എന്നുള്ളത്, കപടമായ ആത്മീയ ജീവിതത്തിന് എതിരെയുള്ള മുന്നറിയിപ്പ്. അടുത്തതായി യേശു ശാസ്ത്രമാരെക്കുറിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അവർ നീണ്ട വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുകയും പൊതുസ്ഥലങ്ങളിൽ ബഹുമാനം തേടുകയും, എന്നാൽ അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു. അവർ വിധവകളുടെ വീടുകൾ പോലും തിന്നുകയും ദീർഘമായ പ്രാർത്ഥനകൾ കാണിച്ചു കൂട്ടുകയും ചെയ്യുന്നു. പരിശുദ്ധനായ സെൻറ്റ് ജോൺ ദ ക്രിസോസ്റ്റം ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം നമ്മുടെ വാക്കുകളുടെ നീളം നോക്കുന്നില്ല, ഹൃദയത്തിൻ്റെ സത്യസന്ധതയാണ് നോക്കുന്നതെന്ന്. ദൈവം കാണുന്നത് പുറമേയുള്ള ഭക്തിയല്ല, ഉള്ളിലെ ഭക്തിയാണ്. മൂന്നാമത്തെ ചിന്ത എന്നുള്ളത്, ദരിദ്രയായ വിധവയുടെ സമർപ്പണം. ഈ വചനത്തിൻ്റെ അവസാനത്തിൽ നാം ഒരത്ഭുതകരമായ സംഭവമാണ് കാണുന്നത്. അനേകം സമ്പന്നർ വലിയ തുകകൾ ദേവാലയ ഭണ്ഡാരത്തിലിടുന്നു, എന്നാൽ ഒരു ദരിദ്രയായ വിധവ 2 ചെറിയ നാണയങ്ങൾ മാത്രമാണ് ഇടുന്നത്. അപ്പോൾ യേശു തമ്പുരാൻ പറയുകയാണ്, ഈ ദരിദ്രയായ വിധവ എല്ലാവരിലും അധികമായിട്ടിരിക്കുന്നു. കാരണം മറ്റുള്ളവർ അധികത്തിൽ നിന്ന് കൊടുത്തു, എന്നാൽ ഇവൾ തൻ്റെ മുഴുവൻ ജീവനോപാധിയുമാണ് സമർപ്പിച്ചിരിക്കുന്നതെന്ന്. സെൻറ്റ് എഫ്രൈം ദ സിറിയൻ പറയുന്നുണ്ട്,